ഇരിക്കുന്നു. സ്ഥിരീഭവ താവത്വം, എന്താണോ നിന്റെ യുക്തി അതിൽ നീ ഉറച്ചോളൂ. കാരണം ആ യുക്തിയെ നിഷേധിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ജോലിയല്ല. യുക്തിദർശനം വസ്തുനഃ തഥാത്വാഭ്യൂമേ കാരണമിത്യത്ര ബ്രൂഹി കിം തഥൈതി. ശരി, അദ്വൈതി പറയുന്നത് എന്താണോ? യുക്തിദർശനം കൊണ്ട് അതിന് പറയാം, യുക്തിദർശനം കൊണ്ട് ബാഹ്യാർത്ഥത്തെ സമർത്ഥിക്കാം എന്നാണ്. വാസ്തവത്തിൽ യുക്തി വരപ്പോണ്ട കാര്യമില്ല. ബാഹ്യാർത്ഥങ്ങളുണ്ട്, അത് സത്യമാണ്, അതിന് ജന്മം ഉണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം അനുഭവസിദ്ധമായ കാര്യങ്ങളാണ്. എന്തിന്? അനുഭവസിദ്ധമായ ഒരു കാര്യത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി യുക്തി എന്തിനാ ആശ്രയിക്കണം? യുക്തി കൂടാതെ തന്നെ അതൊക്കെ സിദ്ധമാണ്. വസ്തുനഃ തഥാത്വ അഭിഗമേ കാരണം. യുക്തി കാരണമായി തീർന്നതാണ് നിങ്ങൾ പറയുന്നത്. ഇതെല്ലാം പരമാർത്ഥമാണ്, ഭേദമുണ്ട്, ശബ്ദസ്പർശാദികളുണ്ട്. യുക്തി തന്നെ ആവശ്യമില്ല. ശരി, യുക്തി ദർശനം, യുക്തിയിലൂടെ നിങ്ങൾ ഇതെല്ലാം അംഗീകരിച്ചു വന്നിരിക്കട്ടെ. കിം തഥാ, ശരി, ഇതുകൊണ്ട് നിങ്ങൾ എന്താ സാധിക്കാൻ പോകുന്നു? നിങ്ങൾ എത്രയും ഘോരഘോരമായ യുക്തിപ്രസംഗം നടത്തി ഇതെല്ലാം പരമാർത്ഥമാണ് എന്ന് നിങ്ങൾ സമർത്ഥിച്ചു. ശരി, ഞങ്ങളതിനെ നിഷേധിക്കുന്നു. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതുകൊണ്ടെന്താണ് പറയുന്നു? ഉച്യതേ നിമിത്തസ്യ പ്രജ്ഞപ്ത്യാലംബനം അഭിമതസ്യ ഘടാദേഹി അനിമിത്തത്വം അനാലംബനത്വം വൈചിത്ര്യ അഹേദിത്വം ഇഷ്യതേ അസ്മാഭി. കഥം ഭൂതദർശന പരമാർത്ഥദർശന ഇത്യേതത്. ഞങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ യുക്തിദർശനം കൊണ്ട് പ്രപഞ്ച സത്യമാണെന്നും ബാഹ്യമായ വസ്തുക്കൾ കൊണ്ടുവന്നും നിങ്ങൾ പറയുന്നു. പക്ഷെ ഞങ്ങളുടെ സിദ്ധാന്തം പറയുന്നത് എങ്ങനെ? ഭൂതദർശന. ഭൂതദർശന എന്ന് പറഞ്ഞാൽ പരമാർത്ഥ ദർശന ആണ്. ഭൂതദർശന പരമാർത്ഥ ദർശന. ഈ പരമാർത്ഥ ദർശനവും യുക്തിദർശനവും തമ്മിലിവിടെ ഏറ്റുമുട്ടുന്നില്ല. യുക്തി അതിന്റെ വഴിക്ക് പോകും. യുക്തിയിൽ സമർത്ഥിക്കേണ്ടതും നിരാകരിക്കേണ്ടതുമായ കാര്യങ്ങളുണ്ട്. യുക്തിക്ക് അതേ ചെയ്യാൻ കഴിയും. യുക്തിയുടെ തലം അതാണ്. യുക്തി നമ്മളെവിടെ പ്രയോഗിക്കുന്നു? ഈ പ്രപഞ്ചത്തിൽ പ്രാപഞ്ചികമായ വിഷയങ്ങളെ സംബന്ധിച്ച് യുക്തി പ്രയോഗിക്കുന്നു. അവിടെ ഒന്നിനെ അംഗീകരിക്കാനും ഒന്നിനെ നിഷേധിക്കാനും എല്ലാം യുക്തിക്ക് ശേഷിയുണ്ട്. ആ യുക്തിയുടെ ശേഷിയെ ഞങ്ങളിവിടെ നിഷേധിക്കുന്നില്ല. പക്ഷെ അദ്വൈതം പറയുന്നത് എങ്ങനെയാണ്? യുക്തിയെ ആശ്രയിച്ചിട്ടല്ല, പരമാർത്ഥ ദർശന. തത്വദർശനത്തിൽ നിന്നുകൊണ്ടാണ്, തത്വസാക്ഷാത്കാരത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ തത്വസാക്ഷാത്കാരത്തിന്റെ ആ തലത്തിൽ അവിടെ യുക്തിക്ക് നിലനിൽപ്പില്ല. ആ തത്വസാക്ഷാത്കാരം യുക്തിയെ നിഷേധിക്കാനുള്ളതുമല്ല. യുക്തികൊണ്ട് പ്രയോജനമുണ്ട്.
ഈ പ്രാപഞ്ചികമായ വിഷയങ്ങളിൽ നിർണയത്തിന് യുക്തി ആശ്രയിച്ചതിന് തീർന്നു വേണ്ടെന്ന് പറയുന്നു. തീ കൊണ്ടാൽ പൊള്ളും എന്ന് പറയുന്നത് അനുഭവമാണ്, യുക്തിക്ക് വിരുദ്ധമായ കാര്യവുമല്ല. അത് തീയുടെയും പൊള്ളലിന്റെയും തരത്തിലുള്ള ആ നിലയിലുള്ള ഒന്നാണ്. ഞങ്ങൾ ആത്മതത്വത്തെ വെളിപ്പെടുത്തുന്നത് ആ യുക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ടല്ല, പാരമാർത്ഥികമായ തലത്തിലാണ്. ആ പാരമാർത്ഥികമായ തലത്തിൽ നിങ്ങളുടെ യുക്തിയെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോപിക്കേണ്ട കാര്യമാണ്. പാരമാർത്ഥികമായ തലത്തിൽ ഞങ്ങൾ യുക്തിയുമായി ഏറ്റുമുട്ടാനൊന്നും വരുന്നില്ല. സാക്ഷാത്കാരത്തിന്റെ തലത്തിൽ അവിടെ യുക്തിയുമായിട്ട് വിരോധം വരേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം അവിടെ യുക്തി പ്രവർത്തിക്കുന്നേ ഇല്ല. യുക്തിക്ക് പ്രവർത്തിച്ച് സമർത്ഥിക്കാനും അവിടെ ഒന്നുമില്ല. മറിച്ച് ഈ യുക്തിയുടെ തലത്തിൽ ഞങ്ങൾ നിഷേധിക്കുകയാണ്, പ്രപഞ്ചത്തെ നിഷേധിക്കുന്നു, വിഷയങ്ങളെ നിഷേധിക്കുകയാണെങ്കിൽ ശരിയാണ്, നിങ്ങൾ പറയുന്ന അബദ്ധമാണെന്ന് പറയാം. അവിടെ യുക്തി തന്നെയാണ് വലുത്. അവിടെ യുക്തി കൊണ്ട് നിങ്ങൾ സമർത്ഥിക്കുക, ഇതെല്ലാം ഉള്ളതാണ്. യുക്തിയുടെ നിലയിൽ നിങ്ങൾ സമർത്ഥിക്കുക, യുക്തി കൊണ്ട് ഞങ്ങളതിനെ നിഷേധിക്കുന്നില്ല. പക്ഷേ സാക്ഷാത്കാരത്തിന്റെ നിലയിൽ പരമാർത്ഥ ദർശനത്തിൽ ആണ് ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ രണ്ട് തലത്തിൽ നിൽക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ യുക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുന്നു, ഞങ്ങൾ ഞങ്ങളുടെ പരമാർത്ഥ ദർശനത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ യുക്തിക്ക് വിരുദ്ധമായ കാര്യങ്ങളല്ല ഞങ്ങൾ പറയുന്നു. നിങ്ങളുടെ യുക്തി അനുസരിച്ച് നിങ്ങൾ പറയുന്നതെല്ലാം ശരി തന്നെയാണ്. അതിനെ നിഷേധിച്ചാലല്ലേ ഉള്ളൂ പ്രശ്നം. അതിനെ നിഷേധിക്കുന്നില്ല. പരമാർത്ഥ ദർശനത്തിൽ എന്താണ് അതാണ് ഇവിടെ പറയുന്നത്. പരമാർത്ഥത്തിൽ എന്താണുള്ളതെന്നാണ് പറയുന്നത്. പരമാർത്ഥത്തിൽ വിജ്ഞാനം വ്യതിരിക്തമായി പ്രപഞ്ചമില്ല. വ്യവഹാരത്തിൽ പ്രപഞ്ചാനുഭവം ഇല്ലെന്നല്ല പറയുന്നു. വ്യവഹാരം എന്ന് പറയുന്നതിന് പ്രപഞ്ചാനുഭവമാണ്, അതിനാർക്കും നിഷേധിക്കാൻ വയ്യ. ദൃഷ്ടാന്തം പറയുന്നു. എന്താണ്? നിങ്ങൾക്ക് പ്രപഞ്ച അനുഭവമേ ഇല്ലാത്തടത്ത് പ്രപഞ്ചത്തെക്കുറിച്ച് നിങ്ങളെങ്ങനെ സമർത്ഥിക്കും? സുഷുപ്തിയിൽ, സമാധിയിൽ, മൂർച്ഛയിൽ, ബോധശൂന്യമായ അവസ്ഥയിൽ അവിടെയൊക്കെ നിങ്ങൾ എന്ത് യുക്തിയാ പ്രയോഗിക്കുന്നത് ഈ പ്രപഞ്ചത്തെ സമർത്ഥിക്കാൻ? അവിടെയൊന്നും പ്രപഞ്ചത്തെ സമർത്ഥിക്കാൻ യുക്തിയില്ലല്ലോ. അതുപോലെ പരമാർത്ഥ ദർശനത്തിനും അത് ദൃഷ്ടാന്തമായി പറഞ്ഞാണ്. പരമാർത്ഥ ദർശനത്തിൽ നിങ്ങളെവിടെയാ യുക്തി? ഞങ്ങളിവിടെ ബോധിപ്പിക്കുന്ന പാരമാർത്ഥികമായ ദിശയെക്കുറിച്ചാണ്. രണ്ടും രണ്ട് തലമാണ്. യുക്തിയുടെ തലത്തിൽ നിങ്ങൾക്ക് എന്ത് വേണോ സമർത്ഥിക്കാം, എന്തിനു വേണോ നിഷേധിക്കാം. അത് അവസാനമുള്ള ഒരു കാര്യമല്ല. ദ്വൈതത്തെയോ അദ്വൈതത്തെയോ എന്തിനു വേണോ നിഷേധിക്കുകയോ സമർത്ഥിക്കുകയോ എന്ത് വേണോ ചെയ്യാം. കാരണം യുക്തി അനന്തമാണ്, യുക്തി ചർച്ചകൾ അനന്തമാണ്, അത് അവസാനമില്ലാത്തതാണ്. അവിടെ നിന്ന് അദ്വൈതത്തെ സമർത്ഥിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ പരമാർത്ഥ ദർശനത്തെക്കുറിച്ച് പറയുന്നു, അദ്വൈത സാക്ഷാത്കാരത്തെക്കുറിച്ച് പറയുന്നു. അവിടെയാണ് പറയുന്നത് എന്താണ്? ആത്മം വ്യതിരിക്തമായി പ്രപഞ്ചം നിലനിൽക്കുന്നില്ല. അത് നിങ്ങളുടെ യുക്തിയുടെ തലത്തിൽ അതിനെ ബോധ്യപ്പെടുത്താനല്ല ശ്രമിക്കുന്നത്. അദ്വൈതത്തെ യുക്തിയുടെ തലത്തിൽ ബോധ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം മറ്റൊരു യുക്തി കൊണ്ട് അതിനെ നിഷേധിക്കാനും പറ്റും. അതിനവസാനമില്ലല്ലോ. അതുകൊണ്ട് പറയുന്നു, ഞങ്ങൾ പ്രപഞ്ചമില്ലെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറഞ്ഞാൽ, ജ്ഞാനം വ്യതിരിക്തമായി വസ്തുക്കളില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? അത് പരമാർത്ഥ ദർശനത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? പ്രപഞ്ചം
അസത്യമാണ്. എങ്ങനെ? പാരമാർത്ഥികമായി, നിങ്ങളുടെ അനുഭവത്തിലല്ല, നിങ്ങളുടെ അനുഭവത്തിന്റെ ഈ വ്യാവഹാരിക തലത്തിലല്ല, നിങ്ങളുടെ യുക്തിയുടെ തലത്തിലല്ല. അവിടെയൊക്കെ പ്രപഞ്ചം ഉള്ളത് തന്നെ. അവിടെ അഗ്നി കൊണ്ടാൽ ദഹിക്കും, അതിന് ദ്വൈതമെന്നോ അദ്വൈതിയെന്നോ ഒന്നുമില്ല. അതെല്ലാം വ്യവഹാരത്തിലാണ്. നിങ്ങൾ ദ്വൈതിയാകുന്നതും അദ്വൈതിയാകുന്നതും എല്ലാം വ്യവഹാരത്തിലാണ്. ആ വ്യവഹാരത്തിൽ വസ്തുക്കൾക്ക് അതാതിന്റെ സ്വഭാവമുണ്ട്, പ്രവർത്തനവും പ്രതിപ്രവർത്തനങ്ങളുമുണ്ട്. അതിനെന്തിനെങ്കിലും സമർത്ഥിക്കാനോ നിഷേധിക്കാനോ അദ്വൈതത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് യുക്തിദർശനം അവിടെ ഇരിക്കട്ടെ. യുക്തിദർശനത്തിന്റെ തലത്തിൽ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു അതെല്ലാം ശരിയാണ്. യുക്തിദർശനത്തിന്റെ തലത്തിൽ നിങ്ങൾ പ്രപഞ്ചത്തെ അംഗീകരിച്ചാൽ, നിങ്ങൾ സമർത്ഥിച്ചാൽ അതിനെ നിങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ ഭൂതദർശന, പരമാർത്ഥ ദർശന, ആ പരമാർത്ഥ ദർശനത്തിൽ ഞങ്ങൾ പറയുന്നു അജന്മയാണ്. ഏതുപോലെ ആ സുഷുപ്തിയിൽ നോക്കുക, അവിടെ അജന്മയാണ്. സമാധി നോക്കുക, അവിടെ അജന്മയാണ്. അവിടെ ഒന്നിനും ജന്മം സംഭവിക്കുന്നില്ല. ആ ഒരു ദൃഷ്ടാന്തത്തെ എടുത്തുകൊണ്ട് പറയുന്നു അതുപോലെ. അത് മാത്രമല്ല, ഇനി നമ്മുടെ ലോകത്തിലേക്ക് നോക്കാം. ഈ ലോകത്തെ തന്നെ നോക്കിയാലും എവിടെയാണോ നിങ്ങൾക്ക് പരമാർത്ഥ ബോധം വരുന്നത്, അല്ലെങ്കിൽ പരമാർത്ഥത്തിലൂന്നി നിങ്ങൾ എപ്പോഴാണോ ചിന്തിക്കുന്നത്, അവിടെ നിങ്ങൾക്ക് മനസ്സിലാകാം എന്താണ് അവിടെ നാനാത്വം നശിക്കുന്നു. അവിടെ നാനാത്വത്തെ നിഷേധിക്കാൻ കഴിയും. നഹി ഘടോ യഥാഭൂത നിർദ്രൂപ ദർശനേ സതി തദ്വ്യതിരേകേണ അസ്തി. മണ്ണിനെ മണ്ണായി കണ്ടാൽ അവിടെ പിന്നെ വേറിട്ടൊരു കുടമുണ്ടോ? നൂലിനെ നൂലായി കണ്ടു കഴിഞ്ഞാൽ വേറിട്ട് അവിടെ ഒരു വസ്ത്രമില്ല. അത് ആപേക്ഷികമായ പരമാർത്ഥ ദർശനമാണ്. ഒരു വസ്തുവിനെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യ ബോധത്തിൽ ആ വസ്തുവിന്റെ വികാരങ്ങളെല്ലാം അപ്രത്യക്ഷമാകുന്നു. ഇതാർക്കും അംഗീകരിക്കാൻ വയ്യാത്തത്. ഒരു ദൃഷ്ടാന്തമായി പറയുകയാണ് നൈ ഘടോ യഥാഭൂത ദർശനെ. ഈ രൂപത്തിലാണ് ഞങ്ങൾ പറയുന്ന പരമാർത്ഥ ദർശനം. മൃദ്രൂപ ദർശനെ സതി തദ്വതിരേകേണ അസ്തി. മൃത്തിൽ നിന്നും വേറിട്ട് അവിടെ പിന്നെ ഒന്നില്ല. അവിടെ നിങ്ങൾക്ക് യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റും. പ്രത്യക്ഷമായ അനുഭവത്തിനും യുക്തിയിലും പറയാൻ പറ്റും എന്താണ് അവിടെ ഒന്നുണ്ട്. കുടം എന്ന് പറയുന്ന ഒരു പദാർത്ഥം അവിടെയുണ്ട്, വസ്ത്രം എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഉണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ ഒന്ന് പറയാൻ കഴിയില്ല. എന്താണോ അത് മണ്ണിൽ നിന്ന് വേറിട്ടാണ്, നൂലിൽ നിന്ന് വേറിട്ടാണ്. നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന ദൃഷ്ടാന്തം. ഈ ഒരു കാര്യം നിങ്ങൾക്ക് സമർത്ഥിക്കാൻ പറ്റത്തില്ല. ഇത്രയും ഇവിടെയും പറയുന്നു. വ്യാവഹാരികമായി ഇതിനെ കാണുന്നുണ്ട്, ഇത് അനുഭവിക്കുന്നുണ്ട്. ഉഷ്ണവും ചൂടും ദുഃഖവും എല്ലാം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ മൃദ്രൂപദർശനെ തതി തദ്വ്യതിരേകേണ നാസ്തി. മൃത്തിൽ നിന്ന് വേറിട്ട വസ്തുവില്ല. നൂലിൽ നിന്ന് വേറിട്ട് വസ്ത്രമില്ല. അതുപോലെ ഈ അനുഭവപ്പെടുന്ന ഒന്നും ചിത്തത്തിൽ നിന്ന് വേറിട്ടല്ല, ചിത്തിൽ നിന്ന് വേറിട്ടല്ല, വിജ്ഞാനം വ്യതിരിക്തമല്ല. യഥാ അശ്വാത്മഹിഷ നോക്കുക, കുതിര വേറെ, പശു വേറെ, കാള വേറെ, പോത്ത് വേറെ, എല്ലാം വേറെ വേറെയാണ്. അവിടെ നമുക്ക് ഭേദം സ്പഷ്ടമായി അറിയാം. ഈ പ്രപഞ്ചത്തിൽ ഭേദം നമുക്ക് സ്പഷ്ടമായി അറിയാൻ കഴിയുന്നു. എന്നാൽ നിങ്ങൾക്ക് നൂലിൽ നിന്ന് വേറിട്ട് വസ്ത്രത്തെ കാണാൻ കഴിയുന്നു, മണ്ണിൽ നിന്ന് വേറിട്ട് പാത്രത്തെ കാണാൻ കഴിയുന്നുണ്ടോ? വേറിട്ട് കാണണം. പാത്രത്തെ കണ്ടാൽ പോരാ, വേറിട്ട് കാണണം. ആ പാത്രത്തെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നൊരാൾ പറയും. പാത്രത്തെ നിങ്ങൾ വേറിട്ട് കാണുന്നുണ്ട്, പക്ഷെ മണ്ണിൽ നിന്ന് വേറിട്ട് കാണണം. അങ്ങനെ ഒരു കാഴ്ച അസാധ്യമാണ്. അതേ ഇവിടെയും പറയുന്നു. പരമാർത്ഥ ദർശനം ഈ വിജ്ഞപ്തിയിൽ നിന്ന്, ജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് വസ്തുവിനെ കാണാൻ കഴിയുന്നില്ല. തന്തവശ്ചാംശം വ്യതിരേകേണ, തന്തുക്കളെ അംശുക്കളിൽ
നിന്ന് വേറിട്ട്, ആ പഞ്ഞിയിൽ നിന്ന് വേറിട്ട് നൂലിനെ കാണാൻ കഴിയുന്നില്ല. പടവ് ആ തന്തും വ്യതിരേകീണ, നൂലിൽ നിന്ന് വേറിട്ട് വസ്ത്രത്തെ കാണാൻ കഴിയുന്നില്ല, പഞ്ഞിയിൽ നിന്ന് വേറിട്ട് തന്തുക്കളെ കാണാൻ കഴിയുന്നില്ല. ഇത്യം ഉത്തരോത്തര ഭൂതദർശനം. ആ ശബ്ദപ്രത്യ നിരോധ നൈവ നിമിത്ത ബലഭാമഹേ. ഇങ്ങനെ പിന്നിലേക്ക് പോയാൽ ഈ ശബ്ദപ്രത്യയങ്ങളെല്ലാം നിരാകരിക്കപ്പെട്ടാൽ, ശബ്ദപ്രത്യയങ്ങളെങ്ങനെ അവിടെ പാത്രം, ശബ്ദം, അതിനെക്കുറിച്ചുള്ള ജ്ഞാനം, ശബ്ദപ്രത്യയം, ശബ്ദവും ജ്ഞാനവും അതവിടെ നിഷേധിക്കുന്നു. പാത്രത്തെ നിഷേധിച്ചാൽ പിന്നെ മണ്ണ് മാത്രം. പാത്രം കണ്ടുകൊണ്ടിരിക്കുക തന്നെ മണ്ണ് മാത്രം. ആ തരത്തിൽ പരമാർത്ഥത്തെ നമ്മൾ അറിഞ്ഞ് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ, വസ്ത്രത്തിൽ നിന്ന് നൂലിലേക്ക്, നൂലിൽ നിന്ന് പഞ്ഞിയിലേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പരമാർത്ഥമല്ലാത്തതെല്ലാം നിഷേധിക്കാം. പരമാർത്ഥ ശേഷി ആ ശബ്ദപ്രത്യ നിരോധ. അങ്ങനെ ഈ ശബ്ദപ്രത്യയങ്ങളെ നിരോധിച്ച് പോയാൽ, നിഷേധിച്ച് പോയാൽ നൈവ നിമിത്തം ഉപലഭാമഹേ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വിഷയങ്ങളെ കിട്ടും. വിഷയങ്ങൾ നിങ്ങളെ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരുന്നാലും ശരി, വിഷയങ്ങളുടെ സത്യത്വം നിങ്ങൾക്ക് എങ്ങനെ ബോധ്യപ്പെടാൻ പറ്റും? വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സത്യമായി എങ്ങനെ നിലനിൽക്കും? ഇന്നുവരെ നിങ്ങൾ ധരിച്ചതുപോലെ, ഇന്നുവരെ നിങ്ങൾ വസ്ത്രത്തെ സത്യമായി കണ്ടു, ശരി. പക്ഷെ നൂലിൽ നിന്ന് വേറിട്ട് സത്യമായൊരു വസ്ത്രം അത് ഉണ്ടോ? ഉണ്ടെന്ന് പറയുന്നതിന് എന്ത് യുക്തിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അപ്പം നിങ്ങൾ പ്രയോഗിച്ചത് യുക്തി ശരി തന്നെയാണ്. പക്ഷേ നിങ്ങൾ പ്രയോഗിച്ചത് ആ യുക്തി അത് വേണ്ട സ്ഥലത്തല്ല പ്രയോഗിച്ചിരിക്കുന്നത്. ആ യുക്തി ഇവിടെ പ്രയോഗിക്കുക. നൂലിൽ നിന്ന് വേറിട്ട് വസ്ത്രത്തെ കണ്ടെത്താൻ യുക്തി പ്രയോഗിക്കുക. മണ്ണിൽ നിന്ന് വേറിട്ട് കുടത്തെ കണ്ടെത്താൻ യുക്തി പ്രയോഗിക്കുക. അത് സാധിക്കുന്നുണ്ട്. അവിടെ യുക്തി എവിടെ പോയി? അവിടെ യുക്തി പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട്? പരമാർത്ഥ ദർശനമാണ്. ആ പരമാർത്ഥ ദർശനത്തിൽ അത്തരം യുക്തികൾക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. പിന്നിലേക്ക് ചിന്തിച്ചു പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഈ ശബ്ദപ്രത്യയങ്ങളെ നിഷേധിക്കുന്നു. പാത്രം എന്നുള്ള ശബ്ദത്തെയും പാത്രം എന്ന് പറയുന്ന ജ്ഞാനത്തെയും നിഷേധിക്കുന്നു. അത് മണ്ണിലേക്ക് പോകും. മണ്ണ് അതിന്റെ കാരണത്തിലേക്ക് പോകുമ്പോൾ അവിടെ ശബ്ദപ്രത്യയങ്ങളെ നിഷേധിക്കുന്നു. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വിജ്ഞാനത്തിൽ ചെന്നിത് അവസാനിക്കും. സർവവും ചിത്തസ്പന്ദനമാണെന്ന് മനസ്സിലാകും. ആ ചിത്തസ്പന്ദനത്തിൽ ഉള്ള സർവശബ്ദപ്രത്യയങ്ങളെയും നിരോധിക്കാൻ കഴിയും, നിഷേധിക്കാൻ കഴിയും. ശേഷിക്കുന്നത് കേവല വിജ്ഞാനം മാത്രമാണ്. അപ്പോൾ ബോധ്യപ്പെടും എന്താണ്? വിജ്ഞാനം വ്യതിരിക്തമായില്ല. അതുകൊണ്ട് യുക്തി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ യുക്തി പ്രയോഗിക്കേണ്ട രീതിയുണ്ട്, ആ രീതിക്ക് ഉപയോഗിക്കണം. അല്ലെങ്കിൽ തോന്നും എന്താണോ നിങ്ങൾ പറഞ്ഞാണ് സത്യം. പ്രപഞ്ചത്തിന് ജന്മമുണ്ട്, പ്രപഞ്ചത്തിന് ഭേദമുണ്ട് എന്നെല്ലാം പറയുന്നതാണ് ശരി. അതിനെ സമർത്ഥിക്കാനുള്ള യുക്തിക്കാണ് പ്രാബല്യം എന്ന് തോന്നിപ്പോകും. പക്ഷെ പരമാർത്ഥ ദർശനത്തെ ആശ്രയിക്കുക, പരമാർത്ഥ ദർശനത്തിന് അനുകൂലിക്കുന്ന യുക്തിയെ സ്വീകരിക്കുക. അപ്പോൾ ബോധ്യപ്പെടും എന്താണ്? ദർശനവും യുക്തിയും ഒന്നും ഈ സത്യത്തിന്, അദ്വൈതത്തിന് വിരുദ്ധമല്ല എന്ന് ബോധ്യമാകും. അതുകൊണ്ട് നിമിത്തസ്യ അനിമിത്തത്വ വിഷയതേ. ഞങ്ങൾ പറയുന്നു ഈ വിഷയങ്ങൾ എന്താണ്? വാസ്തവത്തിൽ വിഷയങ്ങളെ അല്ല. അത് ഞങ്ങൾ പറയുന്നു ഭൂതദർശനം കൊണ്ടാണ്, പരമാർത്ഥ ദർശനം കൊണ്ട്. നിങ്ങൾ പറയുന്നു പ്രജ്ഞപ്തേ സംനിമിത്തത്വം. വിഷയങ്ങൾ വിഷയങ്ങളായി തന്നെ നിൽക്കുന്നു. അത് നിങ്ങളുടെ യുക്തി കൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ യുക്തിയെ ഞങ്ങൾ നിഷേധിക്കുന്നുമില്ല.
ഞങ്ങൾ പരമാർത്ഥ ദർശനത്തിൽ നിന്നുകൊണ്ട് സത്യത്തെ പറയുന്നു. ഇതാണ് ആധ്യാത്മികതയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനം ഇതൊന്നാണ്. എല്ലാ ചോദ്യങ്ങൾക്കും സമാധാനം ഇവിടെയാണ്. ഇല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് സമാധാനം പറയാൻ കഴിയാതെ. നേരത്തെ പൂർവക്ഷി പറഞ്ഞ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ നിലയിൽ നിന്നുകൊണ്ട് അതിന് സമാധാനമില്ല. ആ നില വിട്ടാലേ അതിന് സമാധാനമുള്ളൂ. പരമാർത്ഥ ദർശനത്തിലേക്ക് വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ എന്താണ് അതെല്ലാം അസംബന്ധമാണ്. അല്ലെങ്കിൽ അതിന്റെ നിലയിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ ആ പറഞ്ഞതെല്ലാം സത്യമാണ്. അദ്വൈതം അവിടെയല്ല നിൽക്കുന്നത്, അത് പരമാർത്ഥത്തിലാണ് നിൽക്കുന്നത്. ആധ്യാത്മികത എന്ന് പറയുന്നത് അവിടെയാണ് നിൽക്കുന്നത്, പരമാർത്ഥത്തിലാണ്. ഈ വ്യാവഹാരികതയിൽ അല്ല അത് നിൽക്കുന്നത്. ഈ വ്യാവഹാരികതയിലെ ചോദ്യങ്ങൾക്ക് സമാധാനം പറയുന്നതല്ല അത് ചോദ്യവും സമാധാനവുമായിട്ട് അനന്തമായി പോയിക്കൊണ്ടേയിരിക്കും. ഇതിൽ നിന്ന് വിട്ട് പാരമാർത്ഥികമായ നിലയിൽ നിൽക്കുന്നവനെ ഈ ചോദ്യങ്ങളും സമാധാനങ്ങളും അവസാനിക്കത്തുള്ളൂ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഒരുവൻ നിൽക്കുന്ന നിലയിൽ നിന്നുകൊണ്ട് അദ്വൈതത്തെ മനസ്സിലാക്കാൻ സാധ്യമല്ല. അവൻ നിൽക്കുന്ന നിലയിൽ അവന്റെ യുക്തികൾ തന്നെയാണ് ശരി, അവന്റെ അനുഭവം തന്നെയാണ് ശരി. ആ നിലയിൽ അതിനെ അദ്വൈതി നിഷേധിക്കുന്നുമില്ല. നിങ്ങളീ പ്രപഞ്ചത്തെ സത്യമായിട്ടാണ് അനുഭവിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ യുക്തി ഇതിനെ സത്യമാണ് സമർത്ഥിക്കാനാണെങ്കിൽ, നിങ്ങളുടെ നിലയിൽ അതിനെ അദ്വൈതത്തിൽ നിഷേധിക്കുന്നില്ല. അതായിക്കോട്ടെ. പിന്നെ അദ്വൈതി പറയുന്നത് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നില ഉപേക്ഷിക്കേണ്ടി വരും. നിങ്ങളുടെ നിലയിൽ നിന്നുകൊണ്ട് അദ്വൈതി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് പരമാർത്ഥ ദർശനമാണ്. നിങ്ങളുടെ നില വിട്ട് ആ പരമാർത്ഥത്തിലേക്ക് എത്തിച്ചേർന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ. പരമാർത്ഥ ദർശനം എന്ന് വെച്ചാൽ അത് സാക്ഷാത്കാരത്തിന്റെ ദർശനമാണ്, നിങ്ങളുടെ അനുഭൂതിയുടെ ദർശനമാണ്. അനുഭൂതിയുടെ ദർശനത്തെ അനുഭൂതിയില്ലാത്തവരും എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് അനുഭൂതി ആശ്രയിക്കാതെ അതെങ്ങനെ പിടികിട്ടും? അനുഭൂതിയില്ലാതെ അതിനെ സമർത്ഥിച്ചിട്ടോ നിഷേധിച്ചിട്ടോ കാര്യമുണ്ടോ? രണ്ടൊന്നും പ്രയോജനമില്ല. അതുകൊണ്ട് ഇവിടെ ആചാര്യൻ പറയുന്നത്, ഞങ്ങൾ പറയുന്നത് നിങ്ങളെ നിഷേധിക്കാൻ വേണ്ടി പറയുകയല്ല, നിങ്ങളുടെ അനുഭവങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, നിങ്ങളുടെ യുക്തിയെ നിഷേധിക്കാനും വേണ്ടി പറയുന്നതല്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ അനുഭൂതിയുടെ തലത്തിലാണ്. അതാണ് പറയുന്നതിന്റെ പരമമായ താല്പര്യം. അവിടെ ഞങ്ങൾക്ക് ആരോടും വഴക്കടിച്ചിട്ട് കാര്യമില്ല, ആരുടെ യുക്തിയെ ചോദ്യം ചെയ്തിട്ടും കാര്യമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണമോ നിങ്ങളുടെ അനുഭൂതിയുടെ നിലയിലേക്ക് വരില്ല. അതാണ് പറയുന്നത്. പ്രജ്ഞപ്തേഹേ സനിമിത്തത്വം ഇഷ്യത്തെ യുക്തിദർശനാത് നിമിത്തസ്യാനിമിത്തത്വം ഇഷ്യത്തെ ഭൂതദർശനാത്. ശരി.